യുദ്ധത്തിൽ PV അൻവർ എന്നുള്ളൊരു പോരാളി എത്രത്തോളം ശക്തനാണ്? PV അൻവർ എന്നുള്ള പോരാളി ഇന്ന് ഒന്നാമനായിട്ട് ഇവിടെ തുടരുകയാണ്. ഒന്നാമനായിട്ട് കഴിഞ്ഞ ദിവസത്തെ പര്യടനത്തിന് ശേഷം UDF-ഉം LDF-ഉം ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഒരാളെ അടിമയായിട്ട് നിൽക്കാൻ പാടില്ല രാഷ്ട്രീയത്തിൽ. ഇയാൾ ഈ 140 MLA-മാരെ കൂട്ടത്തിൽ ആണത്തത്തിൽ പിണറായിൻ്റെ അപ്പനെ പറഞ്ഞ മനസ്സിലാവും മൂപ്പര്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് മൂപ്പരെടുത്ത് കള്ളത്തരല്ലാത്തതുകൊണ്ടാണ്. ഒരു ട്രാക്ടർ പോകുമ്പോൾ അതിൻ്റെ ബാക്കിൽ പിന്നെ ചെങ്ങലട്ട് കൊളുത്തിട്ട് വരേണ്ട ഒരു സപ്പോർട്ടിനൊന്നും ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. അയാൾ വായി മാറണം. മുണ്ടക്കൽ ശേഖരനായിട്ട് പോകും. അയാളാണ് ഹീറോ. നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും ടോപ്പ് സ്ഥാനാർത്ഥി അദ്ദേഹമാണ്. അദ്ദേഹത്തിന് 30,000-ന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിച്ചിരിക്കും. നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ യുദ്ധം തന്നെയാണ് അരങ്ങേറാൻ പോകുന്നത്. ഈ യുദ്ധത്തിൽ PV അൻവർ എന്നുള്ളൊരു പോരാളി എത്രത്തോളം ശക്തനാണ്? PV അൻവർ എന്നുള്ള പോരാളി ഇന്ന് ഒന്നാമനായിട്ട് ഇവിടെ തുടരുകയാണ്. ഒന്നാമനായിട്ട് കഴിഞ്ഞ ദിവസത്തെ പര്യടനത്തിന് ശേഷം UDF-ഉം LDF-ഉം ആകെ ഞെട്ടിയിരിക്കുകയാണ്. ആ പര്യടനത്തിൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള ആൾക്കാരെ മൊത്തം ഇളകി. ഇവിടെയുള്ള മൊത്തം ആൾക്കാർ, നിലമ്പൂർ നിവാസികൾ മൊത്തം അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തികൾക്ക് വേണ്ടിയുള്ള എല്ലാവരും ഒരുമിച്ചിറങ്ങി. അതല്ല, ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈരാറ്റുപേട്ടക്കാരാണ് ഞങ്ങൾ. ഇവിടെയുള്ള എല്ലാവരോടും ചോദിച്ചപ്പോഴും അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. അപ്പോൾ ഈ PV അൻവറിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. ചിലർ കുറേ കാര്യങ്ങൾ നെഗറ്റീവായിട്ടൊക്കെ പറയുന്നുണ്ട്. PV അൻവർ ഈ മണ്ഡലത്തെ കൈയൊഴിഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ചില പ്രതികരണങ്ങൾ അവിടെ നിന്ന് കേട്ടായിരുന്നു. അപ്പോൾ ആ പ്രതികരണങ്ങളോടുള്ള മറുപടി എന്താണ്? ആരാണ് അദ്ദേഹത്തിന് കുറച്ച് ശത്രുക്കളുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതിലുപരി PV അൻവർ എന്ന് പറഞ്ഞ വ്യക്തിയെ സ്നേഹിക്കുന്നവരാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ കൂടുതൽ. ഈ PV അൻവർ ഒരു പാർട്ടി ഇല്ലെങ്കിലും അയാൾ കരുത്തനാണെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. 100%. ഒരു പാർട്ടിയിലും അദ്ദേഹം കരുത്തനാണ്. ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് ഇത് അദ്ദേഹം കരുത്ത് മാത്രമല്ല, അദ്ദേഹത്തിന് നിലമ്പൂർ നിവാസികൾ മൊത്തം അദ്ദേഹത്തിന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും. തൃണമൂൽ കോൺഗ്രസിലെ ഒരു പ്രമുഖനായ നേതാവാണ്. ഒന്ന് സ്വയം പരിചയപ്പെടുത്തും. ഞാൻ പ്രമുഖനായ നേതാവൊന്നുമല്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ ട്രേഡ് യൂണിയൻ വിഭാഗത്തിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായിട്ടാണ് എന്നെ അൻവർ സാഹിബ് വെച്ചിരിക്കുന്നത്. സുബീഷ് ഇസ്മായിൽ. കേരള ചരിത്രം ഇന്നേവരെ കാണാത്തൊരു രാഷ്ട്രീയ യുദ്ധമാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ഒറ്റയാനെ പോലെയാണ് PV അൻവർ മത്സരിക്കുന്നതെന്ന് പറയാം. കാരണം ഒരു ഭയങ്കരമായൊരു വേരുള്ള പാർട്ടിയുടെ സപ്പോർട്ട് പോലും ഇല്ല. എന്നിട്ടും PV അൻവറിന് വേണ്ടി ഇവിടെ ഒരുപാട് ജനങ്ങൾ മുന്നിട്ട് വരുന്നുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി PV അൻവർ ആരാണെന്നുള്ള ഒരു ചിത്രം ലഭിക്കുമോ കൃത്യമായിട്ട്? എന്തെങ്കിലും സംശയം? നമ്മൾ ഒരു വാപ്പ അമ്മയ്ക്ക് ഒരു പേരിടും. ആ പേര് മരിക്കുമ്പോൾ നമുക്ക് ആ പേര് വേണം. ഒരാളെ അടിമയായിട്ട് നിൽക്കാൻ പാടില്ല രാഷ്ട്രീയത്തിൽ. ഇയാൾ ഈ 140 MLA-മാരെ കൂട്ടത്തിൽ ആണത്തത്തിൽ പിണറായിൻ്റെ അപ്പനെ പറഞ്ഞ മനസ്സിലാവും മൂപ്പര്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് മൂപ്പരെടുത്ത് കള്ളത്തരല്ലാത്തതുകൊണ്ടാണ്. വേറെ ലോലൊക്കെ ഈ പോക്കറ്റ് നിറക്കാൻ നടക്കുക. ഇയാൾക്ക് ഇത്ര കോടി ഉറുപ്പ്യൻ്റെ സ്വത്തുണ്ടെന്ന് അയാൾ കാണിച്ചല്ല. ഒരു ഉറുപ്പ്യൻ്റെ വരുമാനം അയാൾക്കില്ല. ഇല്ലത് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർ ഊറ്റിയെടുത്ത് ചണ്ടിയാക്കിയിട്ട് വിട്ട അയാളെ. എന്നിട്ടിപ്പോൾ അയാൾ ചതിച്ച് അറിഞ്ഞുകൊണ്ട് എടുക്കുക. അയാളെ കയ്യിൽ ഉറുപ്പ്യല്ല. നമ്മളെ പോണത്തോ എന്തെങ്കിലും കൊടുത്തെങ്കിൽ തന്നെയുള്ളൂ. കുറച്ച് ഭൂമിയുണ്ട്. ആ ഭൂമിൻ്റെ കണക്ക് അയാൾ പറയുന്നത് 58 കോടി പറഞ്ഞത്. അല്ല, അയാൾക്ക് 10 ഉറുപ്പ്യ വരുമാനം അയാൾക്കില്ല. ഈ CPM-ന്റെ ചതി പോലെ തന്നെ BD സതീശൻ്റെ ചതിനെ കുറിച്ച് PV അൻവർ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം കോൺഗ്രസിലേക്കില്ല എന്നല്ല പറഞ്ഞത്, BD സതീശൻ്റെ കോൺഗ്രസിലേക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ BD സതീശൻ്റെ നിലപാടുകൾ, അൻവറിനോടുള്ള സമീപനമൊക്കെ ശരിയായിരുന്നോ? ഒരിക്കലും ശരിയായിട്ടില്ല. മൂപ്പര് വിചാരിച്ച് നമ്മളെ സ്വീകരിക്കും വിചാരിച്ചിട്ട് മൂപ്പര് UDF-ന് അനുകൂലമായിട്ട് ഇതുവരെ നിന്ന്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ അല്ല എനിക്ക്. ഞാൻ 2-3 കഴിച്ചാൽ സ്കൂളിൽ പോയിട്ടില്ല. ആദ്യം കോൺഗ്രസ്സുകാർ ഒരു കല്യാണം ഇയാളെ കഴിച്ച് വയനാട്ടിൽ നിന്ന് ഒരു പെണ്ണ് കിട്ടി. നിങ്ങൾ അറിഞ്ഞിട്ട് ഒരു പഞ്ചായത്ത് മെമ്പറെ കിട്ടിയിട്ട് ഭരണം കിട്ടി. ചുങ്കത്തറ വന്നും കണ്ടു രണ്ടാമത് കോൺഗ്രസ്സുകാർ അയാളെ കല്യാണം കഴിച്ച്. ഇപ്പം 3ാമത്തെ കല്യാണത്തിന് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് എന്ത് സ്ഥിരത കോൺഗ്രസിനുള്ളത്? നിങ്ങൾ പറയേ 3ാമത്തെ കല്യാണത്തിന് അന്വേഷണം നടത്തുന്നത്. കോൺഗ്രസ്സുകാർ 2 കല്യാണം മൂപ്പരെ കഴിച്ച്. അന്ന് അന്വേഷണം ഒന്നുമില്ല. അന്ന് ചൊങ്കും ചൊർക്കൊക്കെ ഉണ്ടായിനി. ഇപ്പം അന്വേഷണം നടത്തണമെന്നാണ് പറയുന്നത്. പിന്നെ എന്താ കോൺഗ്രസിൻ്റെ സ്ഥിതി? ഒപ്പം പോയ പുതിയാപ്പിളാർ ലീഗർക്കതിൽ സംശയമില്ല. അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അന്വേഷണം നടത്തേണ്ടത്. അത് കോൺഗ്രസിനോട് ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസിനോടുള്ള അതേ നിലപാടായിരുന്നില്ല ലീഗിൻ്റേത്. ലീഗ് അൻവറിനെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പിന്തുണയ്ക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെയും ഇത്തരത്തിലുള്ള സപ്പോർട്ടുകളെല്ലാം കൊണ്ട് അൻവറിന് ജയിച്ച് കയറാൻ പറ്റുന്നൊരു സാഹചര്യം തന്നെയാണോ നിലമ്പൂരുള്ളത്? അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാണക്കാട് തങ്ങൾ വരെ അടിമയാണ്.
പാണക്കാട് തങ്ങൾ കോൺഗ്രസിൻ്റെ അടിമയാണ്. ഇവിടെ പരിപാടിക്ക് UDF പരിപാടിക്ക് തങ്ങൾ വന്നിട്ടില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ തങ്ങളെ പിടിച്ച് കൊണ്ടുവന്ന് അയാൾ പോരാൻ പാടില്ലല്ലോ. അയാൾ സമുദായത്തിൽ അയാൾ ഒരു മുസ്ലിമാണ്, അയാൾക്കൊരു ഉറപ്പ് വേണ്ടേ? അത് അയാൾക്കില്ല. അയാളും കോൺഗ്രസിൻ്റെ അടിമയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും അൻവറിനെ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണോ ഈ ഇരു മുന്നണികളും നടത്തിയത്? അതന്നെ ഉണ്ടായത്. അൻവറിനെ ഒറ്റപ്പെടുത്തിയേക്ക് തന്നെ UDF LDF ഒറ്റപ്പെടുത്തിയേക്ക് തന്നെയാണ്. അപ്പോൾ അൻവറിന് പിന്തുണയായിട്ട് ഇനി ഉള്ളത് ജനങ്ങൾ മാത്രമാണ്, യുവാക്കൾ അൻവറിൻ്റെ ഒപ്പം തന്നെയാണ്. കുറച്ച് പ്രായലോലുണ്ട്, സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. ഈ നിലമ്പൂർ നിയോജക മണ്ഡലം 39 വർഷം നമ്മുടെയൊക്കെ പിതൃ സഹോദരനെ പോലെ നമ്മളൊക്കെ സ്നേഹിക്കുന്ന ആര്യടൻ കുഞ്ഞാക്ക ജയിച്ച മണ്ഡലമാണ്. ഒരു നിലക്കും CPM പിടിക്കപ്പെടാൻ കഴിഞ്ഞില്ല. 2016 അൻവർക്ക ആദ്യമായിട്ട് ഇവിടെ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് നിന്നത്. അന്ന് 11,000 ചിലാം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു 2016. വീണ്ടും 2021 അദ്ദേഹം വിദേശത്ത് പോയി. അയാൾക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ എവിടെ പോയി കണ്ട് അവിടെ നിൽക്കേനി. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ അൻവർക്ക വരണം, ഈ നിലമ്പൂർ മണ്ഡലം ഞമ്മക്ക് തന്നെ പിടിക്കണം. അൻവർ ഒഴികെ ഈ കേരളത്തിൽ ആര് നിന്നാൽ ഈ നിലമ്പൂർ നിയോജക മണ്ഡലം ഒരിക്കലും കിട്ടാൻ പോലുള്ള CPM ഇടതുപക്ഷത്തിന്. അതിൻ്റെ മുന്നേ ഒരുപാട് ആൾ ഈ ആര്യടൻ കുഞ്ഞാക്കാക്ക് മർഹൂം അദ്ദേഹത്തിന് എതിരിവിടെ ഒരുപാട് CPM നേതാക്കന്മാർ, പല നേതാക്കന്മാരും ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷേ അയാളോട് ജയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല. അൻവറിന് പറഞ്ഞാൽ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ്, പൊളിറ്റിക്സ് 79 കാലഘട്ടങ്ങളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ കുറച്ച് അടിയിലുള്ള ആളാണ്, താഴെയുള്ളതാണ്. രാഷ്ട്രീയം എന്താണ്, കോൺഗ്രസ് എന്താണ്, ലീഗ് എന്താണ്, മാർക്സ് പാർട്ടി എന്താണ്, BJP എന്താണൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സത്യത്തിൽ കോൺഗ്രസ്സിനൊരു നാദല്ല, അതിൽ അമ്മായിമ്മപ്പോരാണ്, പഴയ അമ്മായിമ്മപ്പോര്. ജോ ഞാനോ ഈ അവശരായ നല്ല ചൊറുക്കുള്ള യുവാക്കൾ പടുത്തുയർത്തി കരുണാകരൻ, ആൻ്റണി, ഒരുപാട് ആൾക്കാർ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് ഈ ഇന്റർനാഷണൽ കോൺഗ്രസ്. വിമർശകർ PV അൻവറിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം സത്യമാണ്, പിണറായി വിജയനെതിരെയും VD സതീശനെതിരെയും ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത്ര ശക്തമായിട്ട് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ധൈര്യം ഇന്ന് നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ PV അൻവറിന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും 100 അല്ല 1000 അല്ല 10,000 വട്ടം ഈ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരുടെ ബെഞ്ചുമ കൊട്ടിങ്ങാണ്ട് എത്ര ആൾക്കാർ ഒരാളെന്നെങ്കിൽ ഒരു ദിവസം ഒരു പ്രതിഷേധ മാർച്ച് ഏതെങ്കിലും മണ്ഡലത്തിൽ നടത്തിയത് നിങ്ങളൊക്കെ മീഡിയ വണ്ണും ഇതിൻ്റെ ആൾക്കാരും ചാനലാരണോ? അതിൽക്കോൽക്ക് ധൈര്യമല്ല. അൻവറിനെ കൊണ്ട് പോത്തിനോട് വായട്ടിച്ചറിയണല്ലോ പണ്ട് കാരണന്മാർ. പിന്നെ അവസാന നിമിഷം അയാളെ നമ്മൾ പറയൽ നാടൻ ഭാഷയിൽ വണ്ടി കയറ്റിക്കാണ്ട് വരാ വാതിൽ തുറന്ന്. പിന്നെ ഇപ്പം നാളൊരു നേതാവ് DICൻ്റെ മുൻകാല നേതാവ് K മുരളീധരൻ പറയാണ് അവിടെ യുദ്ധം നടന്ന്, അതുകൊണ്ട് മുരളീധരൻ സാറ് പറയാണ് അവിടെ യുദ്ധം നടന്ന്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് ഇവലൊക്കെ അല്ല ഇപ്പോൾ യുദ്ധത്തിന് നടക്കണം, പാകിസ്ഥാനിലും ഇവിടെയൊക്കെ ഇവരല്ല മിസൈലുണ്ട് പറയുന്നത്. പിന്നെ കാലാവസ്ഥ അങ്ങോട്ടായി. ഈ ചർച്ചയ്ക്ക് 1/2 മണിക്കൂർ മതി. ഇടുക്കുകയാണെങ്കിൽ ഇടുക്കുക, ഇല്ലെങ്കിൽ ഇടുക്കില്ല എന്ന് പറയാല്ല. ഈ കേരളത്തിലെ ഒരു കോൺഗ്രസിനും ചെന്നിത്തലക്കില്ല, VD സതീശനില്ല, അതിൽപ്പെട്ട ഒരാൾക്കും തൻ്റെ ഇടത്തോടു കൂടി അൻവറിനെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാനുള്ളൊരു ധൈര്യം അങ്ങനത്തെ ഒരു കോൺഗ്രസ് കുടുംബത്തിലും അവർ ജനിച്ചിട്ടില്ല. 1000 വട്ടം ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് പറഞ്ഞൂടാ? PV അൻവർ എന്ന വ്യക്തിനെ ഞങ്ങൾക്ക് വേണ്ട കോൺഗ്രസ്ക്ക്. ലീഗ് പറയില്ല, കാരണം ഓല പാർട്ടീൻ്റെ സെറ്റപ്പേലും നോക്കുള്ളൂ. ഇയാളെ വെച്ചുകൊണ്ട് മുതലെടുക്കാൻ നോക്കി അൻവറാക്ക് അത് ചതിയാണ്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ഓല സിൻഡിക്കേറ്റായിട്ട് നമ്മളൊരു ചെങ്ങല കൊളുത്തിട്ട് കാണുന്നുണ്ടോ? ഒരു ട്രാക്ടർ പോകുമ്പോൾ അതിൻ്റെ ബാക്കിൽ പിന്നെ ചെങ്ങലിട്ട് കൊളുത്തിട്ട് കാണുന്നുണ്ട്. ഒരു സപ്പോർട്ടിനൊന്നും ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അയാൾ വഴി മാറണം, മുണ്ടക്കൽ ശേഖരാറിനാണ്ട് പോകും. അയാളാണ് ഹീറോ. നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും ടോപ്പ് സ്ഥാനാർത്ഥി അദ്ദേഹമാണ്. അദ്ദേഹത്തിന് 30,000 മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിച്ചിരിക്കും. അടുത്ത നിയമസഭ കുറഞ്ഞ കാലം കൂടിയുള്ളൂ. അദ്ദേഹം നിയമസഭയിൽ ഉണ്ടാവും. ആയുസ് ആരോഗ്യം ഈ നിൽക്കുന്ന എൻ്റെ മുന്നിൽ നിൽക്കുന്ന ചാനലിൻ്റെ ആൾക്കാരും മീഡിയൻ്റെ ആൾക്കാരും ഞാനും നിങ്ങളും അൻവർ ആയുസാരോഗ്യത്തോടെ കൂടെ ഉണ്ടാവട്ടെ. ഇനി കളി തുടങ്ങാനേ വരുന്നുള്ളൂ. 26 ഇവിടെ ഇലക്ഷൻ വന്നു. അന്ന് നമുക്ക് കാണാം അൻവർ ആരാണ്, എവനാണവൻ, എന്താണവൻ, അവൻ്റെ ചരിത്രങ്ങളൊക്കെ അപ്പം നമുക്ക് പറയട്ടോ. 47 വരെ ഇന്ത്യ ഭരിച്ചത് വെള്ളക്കാർ, 47-ന് ശേഷം കൊള്ളക്കാർ മാറി ഭരിച്ചിട്ട് ശുദ്ധജലം, വായു, ഭക്ഷണം അന്യമായിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ കൂടുന്നു. സാമ്പത്തിക പ്രശ്നം, ആരോഗ്യ പ്രശ്നം എല്ലാവർക്കും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. മാറ്റങ്ങൾക്ക് മാത്രം മാറ്റമില്ല. അപ്പോൾ ഈ ഇലക്ഷനിൽ അൻവർ ജയിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അൻവർക്കനെ ജയിപ്പിക്കാൻ വേണ്ടി വന്നാണ് അത് ഒരു അനിവാര്യമായൊരു ആവശ്യമായി മാറിയല്ലോ ഇപ്പോൾ.
തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ. ഓക്കെ.